കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന ചില രസക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പെൻറീത്ത് മരീൻ കമ്മ്യൂണിറ്റി അവതരിപ്പിച്ച മനോഹരമായ ഒരു സ്കിറ്റ്. പ്രാർത്ഥിക്കാൻ സമയം ഒന്നിനെ കാണുന്നില്ലല്ലോ. എടി മറിയേ, ആടി കുരിശ് വരയ്ക്കാടി. ഞാൻ നാളെ കല്യാണത്തിന് പോകാനുള്ള സാരി ഒന്ന് തപ്പിക്കോട്ടെ. അപ്പോൾ ഒരു സാരി പ്രാന്തും. എടാ കറിയേ, വാടാ കുരിശ് വരയ്ക്കാടാ. ചേട്ടാ, ഞാൻ അത്യാവശ്യമായിട്ടൊരു ഫോണില്ല, ഞാനിപ്പോ അത് കഴിഞ്ഞ ഉടനെ പറയാം കേട്ടാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതും ചെവി വെച്ചോണ്ട് ഇരിപ്പ. അപ്പോ അപ്പ വാ കുരിശ് വരയ്ക്കാം. മോനെ, ഈ സീരിയൽ നിന്ന് കഴിയട്ടാ മോനെ, ഞാൻ വരാം. അപ്പാപ്പരെങ്കിലും വാ, നമുക്ക് കുരിശ് വരയ്ക്കാം, സമയായി. എടാ മോനെ ജോർജുട്ടിയെ, അപ്പാപ്പന് പാടില്ലാടാ. കുരിശ് വരയ്ക്കാൻ വിളിക്ക് മാത്രം പാടില്ല, അല്ലാത്തപ്പോ എന്നാകണേ ഒരു കുഴപ്പമില്ല. എന്നെ കൂടി ഒരു പ്രാർത്ഥിക്കാൻ സമ്മതിപ്പിക്കുകയല്ലോ. ഇവിടെയാണെങ്കിൽ 100 പ്രശ്നങ്ങളും. എനിക്ക് വയ്യ. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? എടി മറിയക്കുട്ടിയെ, എന്നാ പറ്റിയടി? ചുട്ടിപ്പിടിച്ച് വാങ്ങിതാ, കാശ് മുടക്കി വാങ്ങിതാ. അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കറിയുള്ള സാരിയ, പളപള തിളങ്ങണ സാരിയ. അയ്യോ ഈ സാരി കീറിപ്പോയി. അയ്യാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ? ഓ, എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാട് ദുരിതവും എനിക്ക് സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. ഈ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും ദൈവേ. വിളിച്ചോണ്ടിരുന്നോ എന്റെ മനുഷ്യനെ? ഒരു പണി വേലിയില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ, നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ. എടി, അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ, വലിയ കാര്യം. എടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ. വയസ്സായ അപ്പനെയും വല്യാപ്പനെ ഞാൻ നോക്കണില്ലേടി? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയക്കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ, പോടുന്നു. അയ്യേ, അതല്ല. പിന്നെ എന്നാത്തിനാ? ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയോ. എന്നാ വഴിയാ? കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. ഓ, ദേവൻ അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയെങ്കിലും പോയത് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കത്താനാണല്ലോ ധൃതി. എടാ, നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ ജോർജ് കുട്ടിയെ? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ, നീ ഏത് നേരം ഈ പെണ്ണുപിള്ളയുടെ പുറകെ എങ്ങനെ നടന്നിട്ട് എന്താണ് കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ. ആ, ഈ നിൽക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയപ്പറ്റിയാണ് ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുപിള്ളേരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജ് കുട്ടി, ഇവള് ഇവിടെ കാറ്റിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവളെന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ട്
പണ്ടത്തെ ചായ കിട്ടണില്ല മോനെ എനിക്ക് പടനെണ്ണ ചേർത്ത തുണി കുടിച്ചിരുന്നിട്ട് മടുത്തപ്പോ മോനെ എനിക്ക് ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായ കിട്ടണില്ല മോനെ എനിക്ക് പടനെണ്ണ ചേർത്ത തുണി കുടിച്ചിരുന്നിട്ട് മടുത്തപ്പോ മോനേടാ. കർത്താവേ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. പാപ്പന് പാടില്ലടാ, പാപ്പന് പാടില്ല. ഓ ദേ വരുന്ന അടുത്ത കഷ്ടകാലം. അപ്പാ അപ്പനെ അപ്പന്റെ അപ്പനോടൊന്നും പറയാൻ പാടില്ല എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട്. എടാ ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പം കേൾക്കൂലാടാ. ഓ വെല്ലിപ്പൻ എന്തിനാ കരയണത്? വെല്ലിപ്പന് പാടില്ലടാ മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് തിരുമിത്താട്ടടാ. അയ്യോ മുതുകിൽ പിടിച്ച് പതക്കെ തിരുമട മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് പതക്കെ തിരുമടാ. ഇടക്കിടക്കെന്റെ വയറിനകത്ത് ഉരുണ്ട് കയറുന്ന മോനെ, കരിണ്ട് കയറുന്ന മോനെ, തിരുമി തട്ടട മോനെ, പതുക്കെ തിരുമ മോനെ. വെല്ലിപ്പന് പാടില്ലടാ മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് പുതുക്കെ തിരുമടാ. അയ്യോ ഇപ്പൊ കുറവുണ്ടാ വല്യപ്പാ? ആ ഇപ്പൊ കുറവുണ്ട് മോനെ ജോർജൂട്ടി. വല്യപ്പന് 50 രൂപ തടാ. എന്റെ 10 പൈസ ഉണ്ടാവില്ല. എന്റെ 50 രൂപ ഇല്ല. ഇല്ല. എന്റെ 50 രൂപ ഇല്ല. ഇല്ലെന്ന്. എടാ ഈ പാവപ്പെട്ട വല്യപ്പന്റെ മുഖം ഒന്ന് പേച്ചിൽ ചെയ്യാനും ഈ നരച്ച മുടി ഒന്ന് ഡൈ ചെയ്യാനും 50 രൂപ ചോദിച്ചപ്പോ നിന്റെ കയ്യിൽ 50 രൂപ ഇല്ല. ഓ കിളവന്റെ ഒരു പൂതിയേ. ഈ എന്താടാ വെറുതെ നോക്കി കൂടെ കറിയടാ. ഓ രാവിലെ തന്നെ തുടങ്ങി എല്ലാം കൂടി കലവില 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 കലവില. ഒന്ന് നിർത്തണ്ടോ? എന്റെ പോക്കറ്റിൽ കിടന്ന 200 രൂപ കാണാനുണ്ട്. ചേട്ടനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പാപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. ചേച്ചി എടുത്തോ? എനിക്ക് ആരെയും പൈസ വേണ്ട. പിന്നെ എന്റെ 200 രൂപ ആരാ എടുത്തത്? ആ നിന്റെ പോക്കറ്റിൽ കണ്ട 250 നോട്ട് എങ്ങനെയാടാ 200 രൂപ ആവണ്ടേ? അത് ശരി, അപ്പാപ്പനാണല്ലേ പൈസ എടുത്ത്. മര്യാദക്ക് എന്റെ കാശ് ഒന്നില്ലെങ്കിൽ ഈ കറി ആരാന്ന് നിങ്ങൾ അറിയും. ഈ ആരാടാ? കറിയകച്ചറയാ വെറുപ്പുരുത്തം കെട്ടവനാ, ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തുപോയവനാ, തലതെറിച്ചവനാ, പണ്ട് കുറി നടത്തിയവനാ, കുറി പൊളിഞ്ഞ പത്തെറിയും കേട്ട് നാട് വിട്ടവനാ. പറയും പറയും പറയാനറിയില്ലേലും ഓറത്തെറികൾ ചോറായി പറയും കറിയാ. ചെറിയാച്ചന്റെ ഭാര്യമറിയാമേടെ സ്വർണ്ണമാല മറിച്ചെടുത്ത് മറിച്ചു വിറ്റവനാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയടാ നീ വെറും കച്ചറയാന്ന്. സൂസി സൂസി നീ അകത്തു അകത്തു. അയ്യോ നിന്റെ കെട്ടിയ അല്ലാണ്ട് ആരാ? എന്റെ കെട്ടിയോട് തന്റെ സ്വഭാവം മനസ്സിലാക്കും. പറഞ്ഞ നീ പെണ്ണിയോടി നീ ഇവിടെ വന്ന് കയറിയപ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായി. വന്ന് കയറിയപ്പോ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയത്. മുടിഞ്ഞു പോയിട്ട് ഞാനിവിടെ വന്നോടെ ഇവിടെ എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടായിരുന്നടി. എന്താടി ഇല്ലാതിരുന്നേ? ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഒരു ടി വി ഉണ്ടായിരുന്നു, ഒരു മിക്സി ഉണ്ടായിരുന്നു, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. നോക്കി നിൽക്കാതെ താഴെ ഇരിക്കണേ ഇരിക്കണേ. പിണ്ടാതിരിയടിയേ ഒന്ന് ചുമ്മാതിരിയടിയേ. ഈ ചേച്ചിയുമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നു പറഞ്ഞ് രണ്ടു പറഞ്ഞ് തമ്മിൽ തല്ലി തലകീറല്ലേ നീ. നാട്ടുകാരെ വെളിയിൽ നിന്ന് കേട്ടുതിരിക്കുന്നേ. ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ആ നാളെ കറണ്ട് അടിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. എന്റെ കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് അതും വന്നാ. എടാ മോനെ ടെലിഫോണിന്റെ 3500 രൂപയുടെ ബില്ല് ഒന്ന് തന്നിട്ട് അത് അടക്കണം കേട്ടോ. കേബിൾ ടിവിയുടെ ബില്ലടിച്ചില്ലെങ്കിൽ പാചകശാലയിൽ കാണാൻ പറ്റൂലട്ടാ. അപ്പൊ പിന്നെ എന്റെ മോളുടെ ഫീസോ? ഒന്ന് നിർത്തണ്ട നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ ഒരു ബില്ല്. ഓ വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാക്കൊല ചെയ്യും ബില്ല്. വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാക്കൊല ചെയ്യും ബില്ല്. വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാക്കൊല ചെയ്യും ബില്ല്. തട്ടിക്കു 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 തട്ടിക്കു. നിങ്ങൾ ബില്ല് അടച്ചാലും കൊള്ളാം അടച്ചില്ലെങ്കിലും കൊള്ളാം. എനിക്ക് ഞാൻ പറഞ്ഞ സാരി വാങ്ങി തരണം. കൊല്ലും ഞാൻ. ആ സാരി മേടിക്കാൻ എനിക്ക് ജീൻസും ടീഷർട്ടും എന്തായാലും മേടിക്കണം. അതെ അപ്പാപ്പന്റെ തൈയുടെ കാര്യം എന്തായി? അയ്യടാ തയ്യാവാറായ മുതുക്കളവനാ ഇനിയിപ്പൊ ഹെയർ ഡേ പറഞ്ഞോടെ. ഡൈയും ടീയും ഒന്നും മേടിക്കണ്ട. നീ എനിക്കൊരു ഷൂസും ഒരു ബർമുട ഒരു തൊപ്പി മതി. ഡൈ മേടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോവേ. തറവാട്ടിലെ കാശ് കൊണ്ട് നിങ്ങൾക്ക് അതും ഇതൊക്കെ മേടിക്കാമെങ്കിലേ എനിക്ക് വേണം കുറെ സാധനങ്ങള്. അവള് പറഞ്ഞാലും കാര്യമുണ്ട്.
തരാന്ന് പറഞ്ഞ 3500 രൂപയുടെ ഫണ്ട് ഇപ്പൊ തന്നെ തരണം. ഓ എന്റെ കർത്താവേ, ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അതല്ലേ മക്കളെ നിന്നത് തന്നോടല്ലേ പറയേണ്ടത്. ഞാൻ തിരിഞ്ഞെടുതാ നേരം വിളിച്ചപ്പോ തുടങ്ങിയ എന്നെ നോക്കാൻ നല്ലൊരു ദേശം അടിപൊളി അടിപൊളി ആട്ടിന് ചാടന് കുടുംബം തീരുന്നാൽ കുടുംബം നശിക്കും മനുഷ്യ. ഭാര്യയുടെ പിന്നാലെ ജീവിച്ച് ഉണങ്ങി നടന്നോ? നീയാ പറഞ്ഞത് ശരിയായില്ലേ? ഓ നിങ്ങളെ ഈ നാട്ടിലൊന്ന് ജീവിക്കാൻ സമ്മതിക്ക്. ഇവിടുന്നുടനെ ഓടി ഒളിക്കണം, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണം. ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ പട്ട് പിടിച്ച് തെന്നി പോകുമടാ. ജോർജ് കുട്ടിയെ വിട്ടോടാ. എടാ മോനെ ജോർജുട്ടി, നീ ഒരു വഴിക്കും പോണ്ടടാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുള്ളൂ. മക്കളു വാ, നമുക്ക് എല്ലാവർക്കും കൂടെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട്